ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണ് ലിസ്റ്റ് ടാഗ് എന്നുള്ളതിനെ പറ്റി. ലിസ്റ്റ് ടാഗ് എന്താണ്, അതുപോലെ ലിസ്റ്റ് ടാഗ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ലിസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് ലിസ്റ്റ് ടൈപ്പായിട്ട് കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ്. ആ ടാഗ് രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ഓർഡേഡ് ലിസ്റ്റ് ആൻഡ് അൺലോഡഡ് ലിസ്റ്റ്. ഓർഡേഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് 1 2 3 4 അതുപോലെ ABCD എന്നുള്ളത് യൂസ് ചെയ്തുകൊണ്ട് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് അതിന് ബുള്ളറ്റ് പോലത്തെ ഐക്കൺസ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനാണ് അൺഓർഡർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഓർഡർഡ് ലിസ്റ്റും അൺഓർഡർഡ് ലിസ്റ്റും എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഓർഡർ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് OL എന്ന് പറയുന്ന ടാഗാണ്. OL എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ LI എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് അത് കണ്ടന്റ് എഴുതുന്നത്. ഈ LI എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ്. നമുക്ക് എന്ത് കണ്ടന്റ് ആണോ വ്യൂ ചെയ്യേണ്ടത് ആ കണ്ടന്റ് എഴുതുന്നത് LI എന്ന ടാഗിൻ്റെ ഉള്ളിലായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കാണിച്ചു തരാം. സോറി, നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് കാണാം. ജസ്റ്റ് ഇത് സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇത് നമുക്ക് അൺഓർഡർഡ് ലിസ്റ്റ് എന്താണ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അൺഓർഡർഡ് ലിസ്റ്റിന് വരുന്ന ടാഗ് എന്ന് പറയുന്നത് UL എന്ന് പറയുന്ന ടാഗാണ്. അൺഓർഡർഡ് ലിസ്റ്റ് യൂസ് ചെയ്യുന്ന ടാഗ് UL എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ LI എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്തിട്ടാണ് ലിസ്റ്റിൻ്റെ കണ്ടന്റ് റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആകെ വ്യത്യാസമുള്ളത് ഇതിൻ്റെ മെയിൻ ടാഗ് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള ടാഗ് ഉള്ളിൽ വരുന്ന ടാഗ് എല്ലാം LI എന്ന് പറയുന്ന ടാഗ് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് സേവ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് അൺഓർഡർഡ് ലിസ്റ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുക. അതുപോലെ ഓർഡർ ലിസ്റ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മുകളിൽ പറയുന്ന പോലെ 1 2 3 എന്ന് പറയുന്ന ഓർഡറിലായിരിക്കും. ഇനി ഓർഡർ ലിസ്റ്റിൻ്റെ 1 2 3 എന്ന് പറയുന്ന ഓർഡർ മാറ്റിയിട്ട് നമുക്ക് ABCD എന്ന് പറയുന്ന ഓർഡറിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് OL എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിൽ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിൽ നമുക്ക് ഇവിടെ എങ്ങനെയാണ് കാണേണ്ടതെങ്കിൽ ആ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ അടിച്ചെടുത്താൽ മതി. അതായത് ABCD എന്നാണെങ്കിൽ ഇവിടെ ജസ്റ്റ് A എന്ന് മാത്രം അടിച്ചെടുത്താൽ മതി. ക്യാപിറ്റൽ ലെറ്റർ എയോ സ്മോൾ ലെറ്റർ എയോ. ക്യാപിറ്റൽ ലെറ്റർ എ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും ഫുള്ള്, അതുപോലെ സ്മോൾ ലെറ്റർ ആണെങ്കിൽ ഫുള്ള് സ്മോൾ ലെറ്ററിലേക്കും കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്തതിന് ശേഷം റിഫ്രഷ് ചെയ്യും. ഓക്കെ, രണ്ടും മാറിയത് കണ്ടില്ലേ. നേരത്തെ 1 2 3 ആയിരുന്നു, ഇപ്പം ABCD. ഓക്കെ, ഇനി അതുപോലെ തന്നെ അൺഓർഡർഡ് ലിസ്റ്റിൻ്റെ എങ്ങനെ മാറ്റുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് ആവശ്യമുള്ളത്. സ്റ്റൈൽ എന്ന ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിൽ ഏതാണുള്ളത്, ലിസ്റ്റ് എന്ന പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യണം. ലിസ്റ്റ് സ്റ്റൈൽ ടൈപ്പ് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ എന്ന് പറയുന്ന, അതായത് ഞാനിപ്പോൾ സ്ക്വയർ ആയിട്ടാണ് കൊടുക്കുന്നത്, ടൈപ്പ് സ്ക്വയർ എന്ന് പറയുന്ന ടൈപ്പാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. ഈ സ്ക്വയർ എന്ന് പറയുന്ന ടൈപ്പ് കൊടുക്കും. അതുപോലെ നമുക്ക് ഏത് ടൈപ്പാണോ കൊടുക്കേണ്ടത് അത് ഇതിൻ്റെ ഉള്ളിൽ ലിസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്തതിന് ശേഷം റിഫ്രഷ് ചെയ്യാം. നേരത്തെ ഉണ്ടായിരുന്ന റൗണ്ട് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അത് മാറി സ്ക്വയർ ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഫോം എന്താണെന്നും എങ്ങനെയാണ് ഫോം യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഓക്കെ, ബൈ.